നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ആക്ച്വലി ഫുൾ മൂൺ ആണ്. ഓക്കെ, ഫുൾ മൂണിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി കുറേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് ചെയ്യുന്നില്ല. ഫുൾ മൂണിൻ്റെ കഴിഞ്ഞ മാസം ഇട്ട ഒരു മെഡിറ്റേഷൻ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ താഴെ ലിങ്ക് കമൻസിൽ കൊടുക്കാം. ഫസ്റ്റ് കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാം. വീഡിയോ അതിൽ മെഡിറ്റേഷൻ ഉണ്ട്, കുറച്ച് റെമഡീസ് പറഞ്ഞതുണ്ട്, കുറേ വീഡിയോസ് ഉണ്ട്. ആക്ച്വലി പ്ലേലിസ്റ്റ് തന്നെ ഫുള്ള് ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഫുൾ മൂൺ എന്ന പേരുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഫുൾ മൂൺ എന്നൊരു ഫോൾഡർ തന്നെ കാണും. അതിൽ നിങ്ങൾക്ക് കുറേ വീഡിയോസ് ഉണ്ട്. ഒന്നെടുത്ത് അതിൽ നിന്നൊക്കെ കാണാം. ഓക്കെ, ഞാനിവിടെ ലിങ്ക് ഞാൻ താഴെ ഇടാം. ഞാൻ ഗൈഡൻസ് മെസ്സേജിൻ്റെ താഴെ ഇടാം. ആക്ച്വലി അതാണ് നല്ലത്, കുറച്ചുകൂടി നിങ്ങൾക്ക് രാവിലെ തന്നെ കിട്ടുമല്ലോ. ഓക്കെ, ഞാൻ അതിലേക്ക് പോസ്റ്റ് ചെയ്യാം, എടുത്ത് നോക്കിക്കോളൂ. ഓക്കെ, ഞാനതിൽ പറയാൻ മറന്നു. ഓക്കെ, ഇന്നിപ്പോൾ ഈ ഫുൾ മൂൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ഈ ഫുൾ മൂൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്നെന്നല്ല, ഈ ഫുൾ മൂൺ നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. സ്ട്രെങ്ത് കാർഡാണ്, 8 സ്ട്രെങ്ത് കാർഡ്. ഓക്കെ, ഹൈറഫന്റ്, the world, sun, high priestess, nine of pentacles, hangman, 6 of pentacles, hermit, ace of swords, very good, and queen of cups. Wow, very nice. And 2 of swords. ആക്ച്വലി ഇംഗ്ലീഷിൽ ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു റീഡിംഗ് ഉണ്ട്. ഞാനത് ചാനലിൻ്റെ ഇടയിൽ കുറച്ച് ദിവസമായിട്ട് ഇടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലും വന്ന എനർജി സിമിലർ ആണ്, ഇതിലും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ റീഡിങ് അത് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ക്വീൻ ഓഫ് കപ്സ് എനർജി ഉണ്ട് ഇവിടെ, ആൻഡ് 2 ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് പറയാം ഇതുവരെ. ഓക്കെ, അവർക്ക് ലേശം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് പേഴ്സൻ്റെ ഫാമിലി ആവാം, മാരീഡ് ആവാം, ഹസ്ബൻഡ് വൈഫ് എന്ന രീതിയിൽ അങ്ങനെ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ പാരൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഒരു തടസ്സം കാണുന്നുണ്ട് എനിക്കിവിടെ. നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു ആരെ ചൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതായത് എവിടെ നമ്മൾ അറ്റൻഷൻ കൊടുക്കണം എന്ന രീതിയിൽ, ഫാമിലിയിൽ അറ്റൻഷൻ കൊടുക്കണോ, നിങ്ങൾക്ക് അറ്റൻഷൻ തരണോ, രണ്ടും കൂടി അവർ മാനേജ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്താ വേണ്ടതെന്ന്. ഇപ്പോൾ നിങ്ങൾ സിംഗിൾസ് ആണ്, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസ് സമ്മതിക്കില്ല, അവരുടെ പാരൻസ് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന രീതിയിലായിരിക്കാം. അപ്പോൾ പാരൻസ് പറയുന്നത് കേൾക്കണോ, അതോ നിങ്ങളെ ചൂസ് ചെയ്യണോ എന്ന രീതിയിലുള്ള കൺഫ്യൂഷൻ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഹസ്ബൻഡ് വൈഫ് അവർ മാരീഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ. ഓക്കെ, അതായത് അവരുടെ ഫാമിലിയെ ചൂസ് ചെയ്യണോ, നിങ്ങളെ ചൂസ് ചെയ്യണോ എന്ന രീതിയിൽ അവരുടെ മൈൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇതുവരെ. ഓക്കെ, ബട്ട് ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് കുറച്ചുകൂടി അവർ സ്ട്രോങ് ആവുന്നുണ്ട്. ഓക്കെ, 2 കാർഡ്സും ഐ തിങ്ക് എവിടെ ഒരു സ്ട്രെങ്ത്, ഒരു ആക്ഷൻ എടുക്കുന്ന രീതിയിലൊക്കെ നമുക്ക് പറയാം. അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറാവും എന്നാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, ഈ ഫുൾ മൂൺ എനർജിയിൽ ഓക്കെ അവർക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടും. അവരുടെ മൈൻഡിൽ അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കും, അവർ എന്താണ് വേണ്ടത് എന്നുള്ളത്. നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഡൗട്ട് അത് പറയാതെ നിങ്ങളെയാണ് അവർ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഭാഗത്ത് യെസ് അവർ ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ടാവും, പല കാര്യങ്ങളും തടസ്സപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അത്രയും ഡീപ്പാണ് അവരുടെ കണക്ഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നു എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്, അല്ലെങ്കിൽ ചൂസ് ചെയ്യും. ഓക്കെ, ഈ ഫുൾ മൂണിന് ശേഷം മാറ്റങ്ങൾ വരും നിങ്ങളുടെ പേഴ്സണൽ. ഓക്കെ, അവരൊരു തീരുമാനം എടുക്കും. അവർ അതായത് ഞാൻ കൂടുതൽ അറ്റൻഷൻ, ചിലപ്പോൾ മാരേജ് കമ്മിറ്റ്മെൻറ്റ് അങ്ങനെ ഫുള്ളായിട്ടെല്ലാം നടക്കുന്നില്ല ഞാൻ പറയുന്നത്, ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് അറ്റൻഷൻ തരണം, നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് പരിഗണന തരണം എന്ന രീതിയിലെങ്കിലും അവരൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ പേഴ്സൺ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ അവർ ഒന്നുമില്ലെങ്കിൽ അവർ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ചിലപ്പോൾ റിലീജിയൻ നിങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവാം, കാസ്റ്റ് തടസ്സങ്ങളുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് കുറച്ച് സ്റ്റക്കായി നിന്നിരുന്നു, അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല.
ഓക്കെ. ബട്ട് ഇവിടെ വേൾഡ് ആണ്. വേൾഡ് കാർഡ് പറയുമ്പോൾ എൻഡിങ്സ് ആൻഡ് ന്യൂ ബിഗിനിങ്സ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ചില സൈക്കിൾസ് എൻഡ് ആവുകയാണ്. ഓക്കെ, ചില സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ കൺഫ്യൂഷൻ്റെ സൈക്കിളാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് അവർ ഇൻ ആൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടാവും ഇതുവരെ. എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാത്ത പോലെ, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് പോലും കാണിക്കാത്ത പോലെ അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് അവരിപ്പോൾ ഐ തിങ്ക് നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് മുന്നോട്ട് ഒരു ഫ്യൂച്ചർ വേണം എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, വേൾഡ് കാർഡാണ്. ന്യൂ ബിഗിനിങ് എന്ന രീതിയിൽ പറയാം നമുക്ക്, അല്ലെങ്കിൽ സൈക്കിൾസ് എൻഡായിട്ട് പുതിയ സൈക്കിൾ വരുന്നു എന്ന രീതിയിൽ പറയാം. ഇപ്പോൾ മുമ്പൊക്കെ അവർ നിങ്ങൾക്ക് ഒരു പരിഗണന തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കുറേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് അതിനൊക്കെ ഇപ്പോൾ അവർ തിരിച്ചും നിങ്ങൾക്കും തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി ചേഞ്ചസ് നിങ്ങൾ കാണും, ഉറപ്പാണ്. ഓക്കെ, ഇവിടെ ഫ്യൂച്ചർ യെസ് പോസിറ്റീവ്നെസ് ആണ്, സന്തോഷമാണ്. ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ പേഴ്സൺ തീരുമാനം എടുക്കുന്ന പോലെ പറയാം. നിങ്ങൾ അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് പറയാം. അവരുടെ മൈൻഡിൽ കുറേ കൂടി ക്ലാരിറ്റി വരും, എന്നിട്ട് അവരെന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഒരു പോസിറ്റീവ്നെസ്സിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുകയാണ് എന്ന് പറയാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് മൂവ്മെൻറ്റ് വരികയാണ്. ഓക്കെ, അതിനിവിടെ ഹൈ പ്രീസ്റ്റസ് കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു തേർഡ് പാർട്ടി കാർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് ഓക്കെ എവിടെയോ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടാൻ തുടങ്ങും, സ്പിരിച്വൽ ഒരു ഇത് കിട്ടാൻ തുടങ്ങും. ദാറ്റ് യൂണിവേഴ്സായിട്ട് ചില സയൻസ് കാണിച്ചു കൊടുക്കും. ദറ്റ് ഈസ് കണക്ഷൻ എന്താണ് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അത്രയും ഡീപ്പാണ് എന്ന രീതിയിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും യൂണിവേഴ്സ് തന്നെ. ഓക്കെ, അതിൻ്റെ ഇവിടെ അവർ റിലേഷൻ സൈലൻ്റ് ആയിട്ട് ഐ തിങ്ക് നിങ്ങളുടെ അടുത്തൊക്കെ മാറി നിന്നിട്ടുണ്ട് കുറച്ച്. പക്ഷെ അവർ ചിന്തിക്കുകയായിരുന്നു. ഐ തിങ്ക് അവർ ആ ഒരു ആലോചനയുടെ ഫേസ് ആണ് എനിക്ക് കാണുന്നത്. ഹാങ്മാനും ഹെർമിറ്റും എല്ലാം കാണുമ്പോൾ ഓക്കെ അവർ കുറച്ച് മാറി നിന്നിട്ടുണ്ടെങ്കിലും അവർ ചിന്തിക്കുകയായിരുന്നു. ദാറ്റ് എന്താണ് ഇവിടെ ഞാൻ തീരുമാനം എടുക്കേണ്ടത് എന്ന രീതിയിൽ മനസ്സിലാക്കുമായിരുന്നു കാര്യങ്ങളെ എന്ന് പറയാം. ഇനി അവർക്ക് ക്ലാരിറ്റി വരും അവരുടെ മൈൻഡിൽ. ഓക്കെ, അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ. ഓക്കെ, 9 ഓഫ് പെനിക്കിൾസ് ഇവിടെ നമ്മൾ മാരേജ് കാർഡ് പറയാറുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ നിങ്ങളുടെ ഒന്നിച്ച് നിങ്ങളൊരു ഫ്യൂച്ചർ എന്ന രീതിക്ക് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവരുടെ മനസ്സിലുണ്ട്, ആഗ്രഹമുണ്ട്. ഓക്കെ, അവരൊരു വിഷ് ഫുൾഫിൽ ചെയ്യാൻ നിങ്ങളാണ് എന്ന് പറയാം. ഓക്കെ, ആ രീതിയിൽ അവർക്കൊരു അറ്റാച്ച്മെൻ്റ് ആയിട്ട് നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ എന്ന് തന്നെയാണ്. ആൻഡ് അവർ എവിടേക്കോ അവർക്കൊരു ക്ലാരിറ്റി കിട്ടുകയാണ്. അവരുടെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർ തിരിച്ചറിയാണ്. ഓക്കെ, 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് 1 ചൂസ് ചെയ്യുന്നു എന്നും പറയാം, നമുക്ക് അങ്ങനെയും പറയാം. സോ ആ ഒരു കൺഫ്യൂഷൻ അവരുടെ മൈൻഡിൽ നിന്ന് ക്ലിയർ ആവും. മൈൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ നല്ല രീതിയിൽ എവിടെ യൂണിവേഴ്സായിട്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. എനിക്ക് യൂണിവേഴ്സ് ചില സയൻസ് കാണിച്ചു കൊടുക്കും അവർക്ക്. സയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ ഏഞ്ചൽ നമ്പേഴ്സ് ഒന്നും അല്ല, ബട്ട് എവിടെയോ അവർക്ക് ചില കാര്യങ്ങൾ റിയലൈസേഷൻ അവർക്ക് വരുത്തും. അവരുടെ ലൈഫിലെ ചില സിറ്റുവേഷൻസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന രീതിയിലൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ട് പറയാം. ഓക്കെ, നിങ്ങളെ വളരെ സ്നേഹം തന്നെയാണ് കാണുന്നത്, അതിലൊന്നും ഡൗട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഫുൾ മൂൺ നിങ്ങളുടെ പേഴ്സണൽ കുറേ ചേഞ്ചസ് കൊണ്ടുവരും എന്ന് ഉറപ്പാണ്. എനിക്ക് ഐ തിങ്ക് നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ തന്നെ ഒരു നല്ലൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഒരു സിറ്റുവേഷൻ മാറി വരാൻ പോകുന്നുണ്ട്. ഇത്രയും കാലം എന്തായിരുന്നു അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഫുൾ മൂണിന് ശേഷം നിങ്ങൾക്ക് എന്ത് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് എന്താ വരാൻ പോകുന്നത് നോക്കാം. ജസ്റ്റ് ഒന്ന് 10 ഓഫ് സോഡ്സ്, മൂൺ കാർഡ്, 3 ഫുൾ മൂൺ പറഞ്ഞു അല്ലേ നമ്മൾ, 5 സോഡ്സ്, ജസ്റ്റിസ്. യെസ്, അവർ നിങ്ങളെ ഇതുവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങളെ അവർ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, നിങ്ങളെ വിട്ടുമാറിപ്പോയി, നിങ്ങളെ വേദനിപ്പിച്ചു ശരിക്കും. ഓക്കെ, അതിനൊക്കെ അവർ ഒരുപാട് ഇപ്പോൾ ഈ ഫുൾ മൂൺ സമയത്ത് അവർ തിരിച്ചറിയും നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. അവർക്ക് ആ ഇൻറ്റ്യൂട്ടീവ്ലി കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് 2 മൂണായിട്ട് കണക്റ്റഡ് ആണ് കണ്ടോ. ഓക്കെ, അവർക്ക് ആ സ്പിരിച്വൽ, അവർക്കൊരു നോളജ് അവരുടെ ഉള്ളിൽ തന്നെ ആ ഒരു വളരെ യൂണിവേഴ്സായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും നിങ്ങൾ അവർ എന്തായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇൻറ്റ്യൂഷൻ ത്രൂ അവർക്ക് മനസ്സിലാവാൻ തുടങ്ങും കുറേ കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് നിങ്ങളെ മിസ് ചെയ്യുമെന്നും പറയാം. ഓക്കെ, ഫുൾ മൂൺ അവരെ ആ ഒരു മിസ്സിങ് എനർജി കൊണ്ടുവരും. ആൻഡ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു വേദനിപ്പിച്ചു എന്ന രീതിയിലൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ജസ്റ്റിസ്, ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ യെസ് പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കും തീർച്ചയായിട്ടും. ഓക്കെ, അവർ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സോ നല്ലൊരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു മാറ്റം. ഫുൾ മൂൺ സമയത്ത് ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ ചില ചേഞ്ചസ് തീർച്ചയായിട്ടും വരും. ഓക്കെ, നമുക്കിവിടെ ഒറക്കിൾ മെസ്സേജ് കൂടി എടുത്തേക്കാം. ഇത് ലവ് മെസ്സേജസ് അല്ല, ഇത് നമ്മൾ യൂണിവേഴ്സ് എന്താ നിങ്ങളുടെ കണക്ഷനെ കുറിച്ച് പറയുന്നത് എന്ന് നോക്കാനാണ്. നിങ്ങളുടെ കണക്ഷനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത്. ഞാൻ വായിക്കാം. ഓക്കെ, കൂടുതൽ വേണ്ട, ഐ തിങ്ക് മതി. ഇത് ഞാൻ എന്താ പറഞ്ഞത്, മറ്റേതിൽ
എൻ്റെ ഇംഗ്ലീഷ് റീഡിങ് കൂടി എടുത്ത് വേണമെങ്കിൽ, പക്ഷെ സെയിം തന്നെയാണ്, ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, അത് ഷോർട്ട്. ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങൾ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, കാരണം ആ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്നുണ്ടായിരുന്നില്ല, അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർ ആ കൺഫ്യൂഷൻ കണ്ടിട്ട് ഐ തിങ്ക് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും ദാറ്റ് ഓക്കെ വേണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ വിട്ട് മാറുമ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നത്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞു, അവർക്ക് ചില റിയലൈസേഷൻസ് വരുവാണെന്ന്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഡിഫറെൻറ്റ് പാർട്സ് എന്ന് കാണുന്നുണ്ട്. യു ആർ നോട്ട് ഓൺ ദ സെയിം പേജ് വിത്ത് ദ പേഴ്സൺ യു ഹാവ് ഇൻ മൈൻഡ്. ദ ഡയറക്ഷൻസ് യു വോണ്ട് ടു മൂവ് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഓക്കെ, നിങ്ങളും ഐ തിങ്ക് നിങ്ങൾക്ക് വേണ്ടതല്ല അവർക്ക് വേണ്ടിയിരുന്നത് ഇതുവരെ. ഓക്കെ, ഇതുവരെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ബട്ട് അതിൽ ചേഞ്ച് വരുന്നുണ്ട്. എനിവേ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് എന്താണോ വേണ്ടിയിരുന്നത് അതായിരുന്നില്ല നിങ്ങളുടെ പേഴ്സണിൻ്റെ മൈൻഡിൽ. എനിക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇനി മാറ്റം വരാൻ പോകുന്നു. ഓക്കെ, ന്യൂ ലവ് എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് ന്യൂ പേഴ്സൺ, പക്ഷെ എനിക്കിവിടെ അതല്ല തോന്നുന്നത്. സോറി, പഴയ ആൾ തന്നെയാണ്. ന്യൂ ചാപ്റ്റർ ബിഗിൻസ്. ഓക്കെ, വെദർ ഇറ്റ് ഈസ് വിത്ത് എ ന്യൂ പാർട്ട്ണർ ഓർ ഇൻ ദ കറണ്ട് റിലേഷൻഷിപ്പ്. എനിക്ക് കറണ്ട് റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെ കൂടുതലൊന്ന് ഫീൽ ചെയ്ത്, പുതിയ ആൾ പോലെയല്ല. ഓക്കെ, പേജ് എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു മാറ്റം വരും. ഓക്കെ, അവർ നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ പേഴ്സൺ തന്നെ നിങ്ങൾക്ക് മാറും. അവർ ലൈഫ് അവർ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ അവർ മാറ്റം വരുത്തും. ഓക്കെ, സോൾമേറ്റ് ഉണ്ട്, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്, നോ ഡൗട്ട്. ഓക്കെ, അവർ മനസ്സിലാക്കും, ആ കണക്ഷൻ അവർ മനസ്സിലാക്കും. പാസ്റ്റ് ലൈഫ് ആൻഡ് സോൾമേറ്റ് രണ്ടും ഉണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, നിങ്ങൾ തമ്മിൽ ആ ഡീപ്പ് കണക്ഷൻ ആണ്. ഓക്കെ, ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. യു ഹാവ് ബീൻ മാനിഫെസ്റ്റിംഗ് ദിസ് റിലേഷൻഷിപ്പ്, എവറിത്തിങ് യു വാണ്ട് വിൽ ബി യുവേഴ്സ്. നിങ്ങൾ ഐ തിങ്ക് ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ. മേ ബി 12 പോർട്ടലിൽ ചെയ്തായിരിക്കാം. ഓക്കെ, അത് നടക്കാൻ പോണു, ആ മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വരാൻ പോണു. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഫുൾ മൂൺ സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കോളൂ. ഓക്കെ, നിങ്ങൾക്ക് മാറ്റങ്ങൾ തീർച്ചയായിട്ടും കാണും. ഓക്കെ, യെസ്, നിങ്ങൾ തമ്മിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇടയിലൊരു ചെറിയ ഐ തിങ്ക് ഒരു ഡിസിഷൻ എടുക്കാൻ ഇപ്പോൾ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കും എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഒരു ആക്ഷൻ എടുക്കും അവർ നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, സോ എന്തായാലും പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവരും നല്ലൊരു ഫുൾ മൂൺ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.